ആലപ്പുഴ ചേർത്തലയിലെ സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ട് വഞ്ചനാക്കുറ്റത്തിന് പോലീസ് കേസ്. സത്സ്നേഹ ഭവൻ ചാരിറ്റി സൊസൈറ്റി കൺവീനർ ബാബുവിനെതിരെയാണ് കേസ്. 35 വിവാഹങ്ങളിൽ നടന്നത് 9 എണ്ണം മാത്രമായിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇതിൽ എന്തൊക്കെ കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിട്ടുണ്ട്? അനുജ, ഇന്നലെ ചേർത്തലയിലായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ചേർത്തല വാരനാട് ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു 35 വധൂവരന്മാർ എത്തിയത്. പക്ഷേ 27 പേരും തർക്കങ്ങളും ബഹളവും ഉണ്ടാക്കുകയായിരുന്നു. ഇടുക്കിയിൽ നിന്നാണ് 22 ജോഡികളും അവിടേക്ക് എത്തിയിരുന്നത്. നേരത്തെ ഇവർ കൊടുത്ത വാഗ്ദാനം 2 ലക്ഷം രൂപയും, അതായത് ഒരു വധൂവരന്മാർക്ക് 2 ലക്ഷം രൂപയും സ്വർണത്തിലുള്ള താലിയും പിന്നെ വിവാഹത്തിനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായിരുന്നു പറഞ്ഞ് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ സ്ഥലത്തെത്തിയ ശേഷം താലിമാല, അതും വേണ്ടത്ര ഇവർ നേരത്തെ പറഞ്ഞത്ര സ്വർണമില്ല, ഒപ്പം തന്നെ വസ്ത്രം മാത്രമേ ഉള്ളൂ, പണം പറഞ്ഞ പോലെ ഇല്ല എന്നുള്ള കാര്യത്തെ ചൊല്ലി ഈ അഖിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വലിയ തർക്കം നടന്നു. അങ്ങനെ പോലീസ് എത്തി. ആലപ്പുഴയിൽ നിന്നും ചേർത്തലയിൽ നിന്നും പോലീസ് എത്തി 2 തവണ പരിഹരിക്കാനുള്ള നീക്കത്തിൽ ഒരു ചർച്ച നടത്തിയെങ്കിൽ കൂടി അതിൽ പരിഹാരമായില്ല. പിന്നീട് 22 പേർ, അതായത് ഇടുക്കിയിൽ നിന്നും ആദിവാസി വിഭാഗത്തിൽ നിന്ന് എത്തിയതാണ് 22 ഈ വധൂവരന്മാർ. അവർ ചേർത്തല പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കഴിഞ്ഞ 2 വർഷമായി ഈ രീതിയിൽ പണം പിരിക്കുന്നുണ്ട്. ഈ സമൂഹ വിവാഹം നടത്തണം എന്ന പേരിൽ പണം പിരിക്കുന്നുണ്ട്. പക്ഷേ ആ പൈസയ്ക്കൊന്നും കൃത്യമായ കണക്കുകളില്ല. അതുകൊണ്ട് തന്നെ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. ഇവർ കൊടുത്ത വാഗ്ദാനം അത് ശരിയാണ്, അത് ഫോൺ മാർഗമൊക്കെ തന്നെ അവരോട് പറഞ്ഞതിന്റെ തെളിവുകൾ ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വാക്ക് പാലിക്കാതെ നടത്തിയത് കൊണ്ടാണ് ഈ മറ്റുള്ള ആളുകൾ പിരിഞ്ഞു പോയത്. ഈ സംഭവം ബന്ധപ്പെട്ട് ചേർത്തല പോലീസാണ് വഞ്ചന കുറ്റത്തിന് ഇതിന്റെ കൺവീനറായിട്ടുള്ള ബാബുവിനെതിരെ കേസെടുത്തത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, മന്ത്രി സജി ചെറിയാൻ, പി പ്രസാദ് എന്നിവരെയൊക്കെ തന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇവരാരും ഈ തർക്കത്തെ തുടർന്ന് പരിപാടിയിലേക്ക് എത്തിച്ചേർന്നില്ല. എന്താണെങ്കിലും ഈ വാഗ്ദാനം പാലിക്കാത്തതെ തുടർന്ന് ചേർത്തല അഖിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമൂഹ വിവാഹത്തിൽ ഇതിലെ വലിയ തർക്കവും ബഹളം ഉണ്ടായതിൽ ഇപ്പോൾ പോലീസിന്റെ നടപടി കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വഞ്ചന കുറ്റത്തിന് കേസെടുത്തെങ്കിൽ കൂടി പോലീസ് ഇനിയും തുടരന്വേഷണം നടത്തി ഇനിയും ഇവർ ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള അന്വേഷണവും നടത്തും. അനുജ, ചേർത്തലയിൽ ഇന്നലെ നടന്ന സമൂഹ വിവാഹത്തിലാണ് സത്സ്നേഹ ഭവൻ കൺവീനർക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് പോലീസ് കേസെടുത്തത്.